നോമ്പിൽ 12-ാം ദിനം നാം ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ശേഷിപ്പ് എന്നാണ് ശീർഷകം. സ്വർഗരാജ്യം എന്ന വലയ്ക്ക് സർവ്വതിനെയും ഉൾക്കൊള്ളുവാനുള്ള വിശാലതയുണ്ട്, ആർക്കും അപ്രാപ്യവുമല്ല. എന്നാൽ ഉൾപ്രവേശിക്കുന്നവയുടെ ഗുണപരതയാണ് നിലനിൽക്കുന്ന ശേഷിപ്പായി മാറ്റുന്നത്. പഴയ നിയമത്തിൽ ബാബിലോണിലെ പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞവരെയും ഇവർ തങ്ങൾക്ക് ഭാവിയിൽ ഒരു ഭീഷണിയാവില്ല എന്ന് കരുതി ഉപേക്ഷിച്ചു പോയവരെയും സംബോധന ചെയ്യുന്നത് ശേഷിപ്പ് എന്ന പദം കൊണ്ടാണ്. എന്നാൽ ഇവിടെ ദൈവരാജ്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന സ്നേഹവും വിശുദ്ധിയും നീതിബോധവും ഗുണമേന്മയുമുള്ള സമൂഹത്തെയാണ് ശേഷിപ്പ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. വരും തലമുറയ്ക്ക് ഒരു വിശിഷ്ട മാതൃകയാകുവാൻ വിളിക്കപ്പെട്ടവരാണവർ. ചുറ്റുപാടുകളിലെ പുഴുക്കുത്തുകളിൽ നിന്ന് സ്വയം സൂക്ഷിക്കുന്നവരും പരീക്ഷകളുടെയും തിരസ്കരണങ്ങളുടെയും പീഡകളുടെയും മധ്യേ ജീവിതത്തെ മൂല്യവത്തായി സൂക്ഷിക്കുന്നവരുമാണവർ. ക്രിസ്തു സ്വഭാവം പേറുന്ന ഗുണപരമായ ജീവിതം നയിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് ആഹ്വാനം നൽകുന്നു. യൂറോപ്പിൽ നവോത്ഥാന കാലത്ത് പേപ്പൽ സുപ്രീമസിയുടെയും ദുരുപദേശങ്ങളുടെയും ദുരാചാരങ്ങളുടെയും കരാളഹസ്തങ്ങളിൽ നിന്ന് വിശ്വാസ സമൂഹത്തെ സംരക്ഷിച്ചു നിർത്തിയ മാർട്ടിൻ ലൂതറും കൂട്ടരും 1653 കൂനൻ കുരിശ് സത്യത്തിലൂടെ വേദവിപരീതമായ വിശ്വാസ മാതൃകകൾ കണ്ട് പോപ്പിൻ്റെ അധീശത്വം നിരസിച്ച മലങ്കര നസ്രാണികളും മലങ്കരയിലെ തന്നെ നവീകരണ കാലത്ത് വേദാനുസാരികളായ നിലകൊണ്ടവരും എല്ലാം ന്യൂനപക്ഷമായ ശേഷിപ്പുകളായിരുന്നു. നമുക്ക് പരിശീലിക്കാൻ ശ്രമിക്കാം. പരീക്ഷകളുടെയും തിരസ്കരണങ്ങളുടെയും പീഡകളുടെയും മധ്യേ ജീവിതത്തിൽ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ക്രിസ്താനുഗമികൾ ആകാം.